പ്രൈസ് ദി ലോർഡ്. ഹെഡ് മീൽ എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി യൂട്യൂബിൽ ഹെഡ് മീൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അതുകൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി ബിജീസ് കിച്ചൺ ഒരുമിച്ചുള്ള ഒരു വ്ളോഗ് ഇട്ടിരുന്നു. അതിൽ ഞാനൊരു വെജ് പുലാവ് എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് പലരും അതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. ആക്ച്വലി എനിക്ക് പറഞ്ഞതിൽ മിസ്റ്റേക്ക് പറ്റിയത് വെജ് പുലാവല്ല, വെജ് ബിരിയാണിയാ. വ്ളോഗ് കണ്ടിട്ട് അവൾ വിളിച്ചു പറഞ്ഞെടി അത് പുലാവ് എന്നല്ലേ നീ പറഞ്ഞത്, ആക്ച്വലി അത് ബിരിയാണിയാണല്ലോ എന്ന്. അന്നേരമാണ് എനിക്കും തെറ്റ് മനസ്സിലായത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പുലാവെന്നും പറയാം. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഇവിടെ നോർത്ത് ഇന്ത്യൻസ് എൻ്റെ ഓഫീസിലായാലും കുട്ടികൾ ഇങ്ങനെ പുലാവ് ഉണ്ടാക്കിക്കൊണ്ട് വരാറുണ്ട്, ബിരിയാണി മസാല ഇട്ടിട്ടേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ. ഞാനിട്ട വ്ളോഗ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും 1000 നന്ദി. ഞാൻ പറഞ്ഞ് എൻ്റെ ലാപ്ടോപ്പ് കേടായി, അത് കാരണം 2 ആഴ്ചയോളം ഒരു ഗ്യാപ്പ് വന്നു വീഡിയോ ഇടാൻ. അതുകൊണ്ടായിരിക്കാം റെഗുലറായിട്ട് കാണുന്ന പലരും വീഡിയോ കണ്ടിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1.5 ഗ്ലാസ് ബസ്മതി അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും അരി കുതിർത്തിയെടുക്കണം. ബസ്മതിയുടെ ഏത് റൈസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നീളമുള്ളതോ നീളമില്ലാത്തതോ എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇത് നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. വെജിറ്റബിൾസിൽ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ബീൻസും സവാളയുമാണ്. നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കാം, ഉരുളക്കിഴങ്ങ് ചേർക്കാം, പിന്നെ കോളിഫ്ലവർ ചേർക്കാം. ഈ ബീൻസും ക്യാരറ്റും ഇത്ര നീളമല്ലാതെ നീളം കുറച്ച് വേണേലും അരിയാമേ. സവാള വലുതാണെങ്കിൽ 1 മതി, മീഡിയം സൈസ് ആണെങ്കിൽ 2. ആക്ച്വലി എൻ്റെ ഈ സവാള തീർന്നിരിക്കുമായിരുന്നു, കുഞ്ഞു സവാളകളായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഒത്തിരിയായിട്ട് തോന്നിക്കുന്നത്. ഞാനിപ്പോൾ വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മുട്ട പുഴുങ്ങിയിടാം, അതല്ലെന്നുണ്ടെങ്കിൽ ബീഫ് ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ ചേർക്കാം, ചിക്കൻ വേണമെങ്കിൽ ചേർക്കാം. ഇഷ്ടമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുക്കർ ചൂടായ ശേഷം അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ഏലക്ക ചതച്ചത്, ചെറിയ പട്ട, 4 ഗ്രാമ്പു കരയാമ്പു, ഈ പൂ പോലുള്ള ഉണ്ടല്ലോ സ്റ്റാർ, അതിന്റെ പകുതി, ഒരു 6 കുരുമുളക്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ലേശം ഒന്ന് വയളട്ടെ. ഇനി നമുക്കതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു 1 ടീസ്പൂൺ. നിങ്ങൾക്ക് എക്സ്ട്രാ സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് 2 ചിക്കന്റെ കാല് ഫ്രൈ ആവുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം മൊത്തത്തിൽ അടയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചേരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവട്ടത്. 2 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ഇതിൽ നിന്ന് ആവിയൊക്കെ വരാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതായത് നല്ല ജീരകം, മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പൊ അതിൽ എരി അനുസരിച്ച് നിങ്ങൾ ചെയ്തോ. ഞാനിവിടെ 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഞാൻ ചേർക്കുന്നത് ഷാഹി ബിരിയാണി മസാല. സാധാ ബിരിയാണി മസാല വേണേലും ചേർക്കാം, ഏത് ബ്രാൻഡ് വേണേലും നിങ്ങൾക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ. ഇനി ചേർക്കുന്നത് തൈര്, 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്തത് വേണം. ഇനി നട്ട്സ് വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ കുറച്ച് മുന്തിരിങ്ങ മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് എങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാനിത് ഫ്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചേർക്കാമേ. പിന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ, ഫ്രഷ് പൈനാപ്പിൾ, ബാക്കി ലാസ്റ്റിൽ ഇടും. ഇത് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഇട്ട് കുറച്ച് മാത്രം. ഈ പൈനാപ്പിൾ ഇട്ട് വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇച്ചിരി ഇടുന്നു എന്നേ ഉള്ളൂ. ഫ്രഷ് പൈനാപ്പിൾ ഇല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് വേണേലും ചേർക്കാം.
നല്ലൊരു മണം കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ചോറിനോട് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. ഏത് ഗ്ലാസ്സിനാണോ നിങ്ങൾ അരി എടുത്തത് ആ ഗ്ലാസ് തന്നെ എടുക്കണേ. ഞാനിപ്പോ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് എടുത്തത്. അപ്പൊ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അപ്പൊ ഇത് 1.5 ഗ്ലാസ് അരിയുണ്ട്, അപ്പൊ 2.25 ഗ്ലാസ്. അപ്പൊ ഞാൻ പറഞ്ഞു 1 ഗ്ലാസ്സിന് 1.5 കണക്ക്. നിങ്ങൾ പിന്നെ എന്റെ അടുത്ത് ചോദിക്കല്ലേ ചേച്ചി 2 ഗ്ലാസ്സിന് എത്ര ഒഴിക്കണം, 3 ഗ്ലാസ്സിന് എത്ര ഒഴിക്കണം? ഈ കണക്ക് വെച്ച് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കൂടി ചേർക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസില് ഫുൾ സ്റ്റീം പോയ ശേഷമേ തുറക്കാവൂ. ഇവിടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഇത് മൊത്തത്തിൽ ഇട്ട് ശക്തിയോടെ ഇളക്കല്ലേ. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റണം, അല്ലെങ്കിൽ ഈ ചോറ് ഇതിനകത്ത് ഇരുന്ന് വേവും. ഞാനൊരു വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് സ്പൈസി വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഒത്തിരി സ്പൈസി ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷാഹി ബിരിയാണി മസാല ഇട്ടത് 1 സ്പൂൺ നിങ്ങൾ ഇട്ടാൽ മതി, 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഞാനിപ്പോ 1.5 ടീസ്പൂൺ അല്ലേ ഇട്ടേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.